നമസ്തേ. സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ഞായറാഴ്ചയും നടത്തി വരാറുള്ള കഥാർണവം എന്ന കഥയുള്ള കഥകളുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നാരദനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. നമുക്കറിയാം, പ്രിയം എന്ന അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പ്രിയത്തിന് 3 അവസ്ഥകളുണ്ട്. പ്രിയം, പ്രിയതരം, പ്രിയതമം. പ്രിയതമം എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നാണ് അർത്ഥം. പ്രിയതമൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പ്രിയതമയും അത് തന്നെ. ഇവിടെ നാരദ മഹർഷി, നമുക്കറിയാം നാരദര് വളരെ വലിയ വിഷ്ണു ഭക്തനാണ്. സദാസമയവും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടാണ് നാരദ മഹർഷി നടക്കുന്നത്. ഊണിലും ഉറക്കത്തിലുമെല്ലാം നാരദമുനി ഭഗവത് നാമങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തൻ തന്നെയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിനും അറിയാം. ഭഗവാൻ വിഷ്ണുവിൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരിക്കൽ നാരദമുനിക്ക് ഒരു ചെറിയ ഒരു അഹങ്കാരം മനസ്സിൽ മുളയിട്ട് വന്നു. താനാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ അല്ലെങ്കിൽ ഭക്തപ്രിയതമൻ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. ആ തോന്നൽ വളർന്നു വന്ന് അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹമുണ്ടായി. തന്നേക്കാൾ വലിയ ഒരു വിഷ്ണു ഭക്തൻ ഈ പ്രപഞ്ചത്തിലില്ല എന്ന ധാരണയുണ്ടായി. അത് വളർന്ന് അദ്ദേഹത്തിന് മറ്റൊരു മോഹം, ഇത് വിഷ്ണുവിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഭഗവാൻ പറയണം, എനിക്ക് ഏറ്റവും പ്രിയതമനായിട്ടുള്ള ഭക്തൻ അങ്ങ് തന്നെയാണ് എന്ന്. അപ്പം ഇതിനു വേണ്ടി പരോക്ഷമായ പല സൂചനകളൊക്കെ ഭഗവാനോട് നാരദ മഹർഷി പറയുകയുണ്ടായി. പക്ഷേ ഭഗവാൻ ഇദ്ദേഹം ഉദ്ദേശിച്ച മറുപടി ഒന്നും കൊടുത്തില്ല. അവസാനം നാരദമുനി ഭഗവാനോട് ചോദിച്ചു, ഭക്തന്മാരിൽ അവിടുത്തേക്ക് പ്രിയതമനായിട്ടുള്ളവൻ ആരാണ്? അയാൾ എവിടെയാണ് ഉള്ളത് എന്ന്. അപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു, ഇപ്പോൾ ഭഗവാൻ പറയും അങ്ങ് തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എന്ന്. പക്ഷെ നാരദമുനി പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, ഭൂമിയിലെ ഒരു കർഷകനാണ്, അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ആ ഒരു കർഷകനാണ് എൻ്റെ ഏറ്റവും പ്രിയതമനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ട് നാരദമുനിക്ക് വളരെയധികം നിരാശയുണ്ടായി. ഒപ്പം ഒരല്പം ദേഷ്യവും തോന്നി. പക്ഷെ ഭഗവാനോടൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയും കൂടി ഉണ്ടായി. ചേട്ടാ, എന്നേക്കാൾ വലിയ ഭക്തനോ? സദാസമയം ഏത് സമയവും ഭഗവാനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നടക്കുന്ന എന്നേക്കാൾ വലിയൊരു ഭക്തൻ ഉണ്ട് എന്ന് ഭഗവാൻ പറയുമ്പോൾ അതൊന്ന് എനിക്കറിയണമല്ലോ, അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്ന് നാരദമുനിക്ക് തോന്നി. അങ്ങനെ മഹാവിഷ്ണുവിനോട് അദ്ദേഹത്തിൻ്റെ സ്ഥലവും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ നാരദ മഹർഷി നേരെ ഭൂമിയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെത്തി. അങ്ങനെ അദൃശ്യനായി നിന്നുകൊണ്ട് നാരദ മഹർഷി ഈ വിഷ്ണു ഭക്തപ്രിയതമൻ്റെ ഓരോ പ്രവൃത്തികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അപ്പം അദ്ദേഹം വെളുപ്പാൻ കാലത്ത് തന്നെ ഗൃഹത്തിലെത്തി. അപ്പം അദ്ദേഹം ഉണരുന്നത് മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ രാവിലെ അദ്ദേഹം ഉണർന്ന ഉടനെ തന്നെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചു. അദ്ദേഹം ഉണരുന്നത് തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നാമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ ആരംഭിക്കുന്നത്.
അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ നടത്തി ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഭഗവാനെ സ്മരിച്ചു. ഭോജനമന്ത്രമൊക്കെ ചൊല്ലി ഭഗവാനെയൊക്കെ സ്മരിച്ചു. നേരെ അദ്ദേഹം തൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് കൃഷി ആരംഭിക്കുന്നതിന് മുൻപും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നാരായണ ജപിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ കർമ്മങ്ങളിൽ മുഴുകി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അദ്ദേഹം വീണ്ടും തൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് വരികയുണ്ടായി. ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അല്പസമയം വിശ്രമിച്ചു. വീണ്ടും കൃഷിസ്ഥലത്തേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ തിരിച്ചു വന്നു. സന്ധ്യയായപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചു. കുടുംബാംഗങ്ങളുമായി സന്തോഷമൊക്കെ പങ്കിട്ടു. ഭക്ഷണം കഴിക്കാനിരുന്നു. വീണ്ടും ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ശേഷം അദ്ദേഹം ഉറങ്ങാൻ നേരത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സുഖമായി ഉറങ്ങി. ഇത് കണ്ടപ്പോൾ നാരദർക്ക് ഭഗവാനോട് കുറച്ചുകൂടി ദേഷ്യം തോന്നി. കാരണം താൻ ഏത് സമയവും ഭഗവാനെ വിചാരിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഈ കർഷകനാകട്ടെ ഈ ഒരു ദിവസത്തെ തൻ്റെ പ്രവൃത്തികൾക്കിടയ്ക്ക് 5 or 6 തവണയാണ് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചത്. ഇത് തന്നോടുള്ള ഒരു അനീതി പ്രവർത്തിക്കലായിട്ട് നാരദർക്ക് തോന്നി. നേരെ അദ്ദേഹം ഭഗവാന്റെ അടുത്ത് നിന്നു. അപ്പം അങ്ങനെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് പറഞ്ഞത് എത്രമാത്രം ശരിയാണ്. ഞാൻ സദാസമയം അങ്ങയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. കേവലം 5 or 6 പ്രാവശ്യം മാത്രമാണ് ഒരു ദിവസം അദ്ദേഹം അങ്ങയെ ഭജിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം അങ്ങയ്ക്ക് ഭക്തപ്രിയതമനായിട്ട് മാറുന്നത് എന്ന് നാരദർ ചോദിച്ചു. പക്ഷെ അതിന് വ്യക്തമായ മറുപടി ഒന്നും കൊടുക്കാതെ തന്നെ മറ്റൊരു കാര്യം നാരദരോട് ഭഗവാൻ പറഞ്ഞു. അല്ലയോ നാരദരെ, ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ വെളിപ്പെടുത്തുവാൻ പാടില്ലാത്ത രഹസ്യ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു സൽക്കർമ്മം താങ്കളെ കൊണ്ട് ചെയ്യിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ നാം തയ്യാറല്ല. താങ്കൾ നമുക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്തു തരും എന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട പാടെ നാരദർക്ക് വലിയ സന്തോഷമായി. കാരണം ഭഗവാൻ തന്നോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഭഗവാന് പ്രിയപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നാരദർ അതിനെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ എന്താണെന്ന് അറിയാലും അവിടുത്തെ ഏത് കൽപ്പനയും ഈ നാരദർ ശിരസാ വഹിക്കുമല്ലോ. അങ്ങനെ നാരദരോട് ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, അതായത് ഒരു ചെറിയ ഒരു പാത്രത്തിൽ നിറയെ ഒരു കുടം നിറയെ തൈലം, അതായത് എണ്ണ നാരദരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നാരദരെ, ഈ കുടം നിറയെ എണ്ണയാണ്. ഈ എണ്ണയും വഹിച്ചുകൊണ്ട് ഒരു തുള്ളി പോലും പുറത്തു പോകാതെ ഈ ലോകത്തിന്, ഭൂമിക്ക് ഒരു പ്രദക്ഷിണം വെച്ചു വരണം. വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ഒരു തുള്ളി എണ്ണ പോലും പുറത്ത് പോകാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. നാരദർ പറഞ്ഞു, ഇതാണോ കാര്യം? ഞാൻ വളരെ ഭംഗിയായി ഈ ദൗത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കി തരാം. അപ്പോൾ നാരദർ വിചാരിച്ച് എന്തോ അത്ഭുത ശക്തിയുള്ള തൈലമാണ്, ഇതുമായി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നൊക്കെയാണ് നാരദർ വിചാരിച്ചത്. അപ്പം അങ്ങനെ ഏകാഗ്രതയോടെ തൻ്റെ കർമ്മം നാരദർ ചെയ്തു. വളരെ ശ്രദ്ധയോടുകൂടി ആ എണ്ണയും ശിരസിൽ വഹിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്, ഭൂമിക്ക് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാന്റെ അടുത്ത് കൊണ്ടു ചെന്നു. അല്ലയോ ഭഗവാനെ, അങ്ങ് പറഞ്ഞതുപോലെ ഈ ലോകത്തിന് ഒരു പ്രദക്ഷിണം വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഒരു തുള്ളി എണ്ണ പോലും പുറത്തു പോയിട്ടില്ല എന്ന് വളരെയധികം ആത്മനിർവൃതിയോടെ നാരദർ ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ശരി, അങ്ങ് ഞാൻ ഏൽപ്പിച്ച കർമ്മം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് ഈ കുടം നിറയെ, അല്ലെങ്കിൽ എണ്ണ നിറയെ ഉള്ള കുടവുമായി ഈ ലോകത്തിന് മുഴുവൻ പ്രദക്ഷിണം വെച്ചപ്പോൾ എത്ര പ്രാവശ്യം അങ്ങ് എന്നെ സ്മരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ നാമം ജപിക്കുകയുണ്ടായി എന്ന്.
ഇത് കേട്ട് നാരദരാകെ വിഷണ്ണനായി. കാരണം എണ്ണ ഒരു തുള്ളിയും തറയിൽ പോകരുത് എന്നുള്ള ശ്രദ്ധയിൽ ഭഗവാനെ സ്മരിക്കാൻ നാരദർ വിട്ടുപോയി. ഒരു പ്രാവശ്യം പോലും ഭഗവത് നാമങ്ങൾ ഈ യാത്രക്കിടെ ഉച്ചരിക്കാൻ നാരദർക്ക് സാധിച്ചില്ല. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായോ കർഷകനും അങ്ങും തമ്മിലുള്ള വ്യത്യാസം? തൻ്റെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്തു പോകുന്ന വേളയിൽ ദിവസം 4 or 5 തവണ എന്നെ സ്മരിക്കുന്ന അദ്ദേഹമാണോ എൻ്റെ പ്രിയപ്പെട്ടവൻ, അതോ അങ്ങാണോ എന്ന് ഞാൻ ഇനി പറഞ്ഞു തരണോ? കാരണം അവനവൻ്റെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കുക, ആ കർത്തവ്യമാണ് അദ്ദേഹം നിറവേറ്റിയത്. അങ്ങാണെങ്കിലോ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. വെറുതെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഭഗവാനെ സ്മരിക്കുക. ഏത് സമയവും നാമം ജപിക്കുന്നത് ഒരു ഭക്തിയായിട്ട് കാണാൻ ഒരുപക്ഷെ സാധിക്കില്ല. അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യാതെ നാമം ജപിക്കുന്നതും ഭക്തിയുടെ ലക്ഷണമല്ല. കാരണം അവനവൻ്റെ കർമ്മം കൃത്യമായി അനുഷ്ഠിക്കുന്നതും ഒരുതരം ഭക്തി തന്നെയാണ്. അതിൽ ഈശ്വര അർപ്പണം കൂടി ഉണ്ടായാൽ അതിനൊരു പൂർണ്ണത വരും. അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ തൻ്റെ പ്രിയതമന്മാരായിട്ട്, ഭക്തപ്രിയതമനായിട്ട് കാണുന്നത്. ഇപ്പം ഏത് സമയവും നാമം ജപിക്കലല്ല ഭക്തിയുടെ ലക്ഷണം. കർമ്മമനുഷ്ഠിക്കേണ്ട ആളുകൾ കർമ്മമനുഷ്ഠിക്കുമ്പോൾ, ഭഗവത് സ്മരണയോടുകൂടി കർമ്മമനുഷ്ഠിക്കുമ്പോൾ അത് ഭക്തി തന്നെയായിട്ട് മാറുന്നു. സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള കർമ്മം ചെയ്യൽ, ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്തരം കാര്യങ്ങളെയാണ്. തൻ്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് തീർന്ന വ്യക്തിക്ക് സദാസമയവും നാമം ജപിച്ചുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് മോക്ഷത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം. അത് തെറ്റാണെന്നല്ല പറഞ്ഞത്. കർമ്മം ചെയ്യാതെ, അവനവൻ ചെയ്യേണ്ട ധർമ്മങ്ങൾ, അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ സദാസമയം നാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭക്തിയല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നാരദൻ പറഞ്ഞു, ഭഗവാനെ ശ്രദ്ധ മുഴുവൻ തൈലത്തിലായിരുന്നത് കൊണ്ട് അവിടുത്തെ നാമം ജപിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. വ്യസനിക്കേണ്ട നാരദരെ, സ്വന്തം കർത്തവ്യം അനുഷ്ഠിക്കുക എന്നുള്ളത് ഭഗവത് സേവയ്ക്ക് സമാനമാണ്. അതുകൊണ്ട് താങ്കൾക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്നും കൂടി നാരദരെ വിഷമിപ്പിക്കാതെ ഭഗവാൻ പറഞ്ഞു. എൻ്റെ പ്രിയതമനായ ഭക്തൻ, ഭൂമിയിലെ ആ കർഷകൻ തൻ്റെ വൈവിധ്യമാർന്ന ഏറെ പ്രാധാന്യമുള്ളതുമായ കർത്തവ്യം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം ദിവസവും കുറഞ്ഞതൊരു 4-5 പ്രാവശ്യം എന്നെ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഭക്തപ്രിയതമൻ എന്ന പദവി നൽകുക വഴി എനിക്കും തെറ്റുപറ്റിയിട്ടില്ല എന്ന് കരുതുന്നു നാരദരെ എന്നും കൂടി പറഞ്ഞപ്പോൾ നാരദർക്ക് അത് സമ്മതിക്കാതെ നിവർത്തിയില്ല. അപ്പം ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്, അവനവൻ്റെ കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അതിൽ ഭക്തി ഉണ്ടാകുന്നു, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. സ്വധർമ്മം അല്ലെങ്കിൽ സ്വന്തം കർമ്മത്തെ ഉപേക്ഷിച്ച് കൊണ്ട് കർമ്മം ചെയ്യാതെ, ചെയ്യേണ്ട ധർമ്മം അനുഷ്ഠിക്കാതെ ഭഗവാനെ സ്മരിച്ചാൽ അത് ഭക്തി ആവില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്ന തത്വവും അതുതന്നെയാണ്. അപ്പോൾ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കഥയുടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.